ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബൈക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 14 ശനിയാഴ്ചയാണ്. ഞാനിപ്പോൾ ചാണക്യപുരയിലാണുള്ളത്. ഈ ആഴ്ച നമ്മൾ ബുധനാഴ്ച 7 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തു. 952 രൂപയ്ക്ക് ഓടി. ബുധനാഴ്ചത്തെ വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച 520 രൂപയ്ക്ക് ഓടി. അതും വീഡിയോ എടുത്തില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അത് കാരണം വീഡിയോ ചെയ്യാനൊരു മൂഡില്ലായിരുന്നു. അത് കാരണം ഞാൻ ബുധനാഴ്ച ഓടിയിട്ടും വീഡിയോ എടുക്കാൻ പക്ഷെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചാനൽ നല്ലപോലെ കയറി വരുന്നുണ്ട്. ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂ കയറുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് സബ്സ്ക്രൈബറും കൂടുന്നുണ്ട്. ഡൽഹിയിൽ തണുപ്പ് കൂടി വരുവാണ്. ഇപ്പം ശീതതരംഗം വരുവാന്നൊക്കെ പറയുന്നത് ന്യൂസിലൊക്കെ ഉണ്ട്. 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഇപ്പം നല്ല തണുപ്പുണ്ട്. പക്ഷെങ്കിൽ മൂടൽമഞ്ഞില്ല. അത് കാരണം വെയിലുണ്ട്. വെയിലുള്ളതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. വെയിലത്ത് നിന്നാൽ നമുക്ക് ശരീരം ചൂടാക്കാം. ആ സമയം കോടമഞ്ഞ് വരുവാണെങ്കിൽ പിന്നെ വെയിലുണ്ടാവില്ല. അപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യും നമുക്ക്. ഇന്നിപ്പോൾ രാവിലെ 9:30 ഞാനിപ്പം ചാണക്യപുരയിൽ നിന്ന് രാവിലെ ലോഗിൻ ചെയ്തു. ട്രിപ്പുകളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഒന്നും അക്സെപ്റ്റ് ആവുന്നില്ല. നമുക്ക് മാച്ചിങ് കാണിക്കുമ്പോഴത്തേന് അവിടെ വേറെ ആർക്കൊക്കെ പോകുന്നുണ്ട് ട്രിപ്പ്. നല്ല നല്ല ട്രിപ്പുകളൊക്കെ വന്ന എനിക്ക് തോന്നുന്നു 5G നെറ്റ്വർക്ക് ഉള്ളവർക്കാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ട്രിപ്പ് പോകുന്നത്. എൻ്റെ 4G നെറ്റ്വർക്കാണ്. ഒരു 5G മൊബൈലിലോട്ട് മാറണം. രാവിലെ നമുക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചിട്ട് വേണം പോവാൻ. കഴിഞ്ഞ ദിവസവും പെട്രോൾ ഇടയ്ക്ക് വെച്ച് തീരാറായി. പിന്നെ 220 ഇന്നലെ ഇതേപോലെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇതുപോലെ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ചപ്പോൾ അവൻ എന്നോട് വർത്താനമൊക്കെ പറഞ്ഞ്, തിരക്കില്ലായിരുന്നു പമ്പിൽ, വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ 290 പറഞ്ഞ്. ആശാൻ 200 അടിച്ച്. ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് UPI പിൻ നമ്പർ അടിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ ഡിസ്പ്ലേയിലോട്ട് നോക്കിയപ്പോൾ ആശാൻ 200 അടിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേന് അടുത്ത വണ്ടി വന്നു. പെട്ടെന്ന് അവനത് അടുത്ത വണ്ടിക്ക് അടിക്കാനായിട്ട് തുടങ്ങി. ഒരു നിമിഷം ഞാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ 290 ചെയ്തേനെ. ആ ഒരു പമ്പിൽ എനിക്ക് നേരത്തെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. അന്ന് 300 രൂപയ്ക്ക് അടിച്ച് 100 രൂപ കുറച്ചാണ് അടിച്ചത്. എൻ്റെ ഒരു കണക്കൂട്ടിൽ മീറ്റർ ഗേജിൽ നോക്കിയപ്പം നമുക്കൊരു കണക്കുണ്ടല്ലോ, 400 രൂപയ്ക്ക് അടിച്ചാൽ നമ്മുടെ മീറ്റർ ഇത്രയും കയറുമെന്ന്. അപ്പം ഞാൻ നോക്കി 1 ലിറ്റർ കുറച്ച് മീറ്റർ അത്രയും കയറിയിട്ടില്ല. ഞാനോട് ചോദിച്ചു, നീ എത്ര രൂപയ്ക്ക് അടിച്ചേ? അപ്പം അവൻ പറഞ്ഞ് 300 രൂപയ്ക്ക് അടിച്ചാണ്. അപ്പം ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ 400 രൂപയ്ക്ക് ചെയ്യാൻ നോക്കി. 400 രൂപ ഞാൻ പറഞ്ഞതും. അപ്പം അവൻ വീണ്ടും 100 രൂപയ്ക്ക് അടിച്ചു തന്നു. ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തു പോയി അത്. അപ്പോൾ അവൻ 400 രൂപയ്ക്ക് അടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ലായിരുന്നു. പക്ഷെ അവൻ 300 തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് 100 രൂപ തിരിച്ച് കിട്ടി. അങ്ങനെ പമ്പിൽ കയറി പേടിഎം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പേടിഎം ചെയ്യുന്നതിൻ്റെ ആ ഒരു തിരക്കിൽ ഡിസ്പ്ലേ ശ്രദ്ധിക്കത്തില്ല. അന്നേരം ഇമാര് ചിലപ്പോൾ വലിപ്പിക്കും. ആ ഒരു ഒറ്റ പമ്പിൽ എനിക്ക് 2-3 വട്ടം അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ എന്താ ക്യാമ്പാണോ? അങ്ങനെ നമ്മൾ 10 മണിക്ക് ലോഗിൻ ചെയ്തു. ചടപടയെന്നൊരു 3 ട്രിപ്പ് അങ്ങ് ചെയ്തു. കണ്ടിന്യൂ ഒരു 3 ട്രിപ്പ് വന്നു. 3ഉം കംപ്ലീറ്റ് ചെയ്തു. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 151 രൂപയ്ക്ക് ഓടി. ഇന്നിപ്പോൾ ശനിയാഴ്ച രാവിലെ ആയിട്ടും നല്ല ട്രിപ്പ് വരുന്നുണ്ട്. സാധാരണ ശനിയാഴ്ച ഒരു ഉച്ചയായിട്ട് ട്രിപ്പുകൾ സ്റ്റാർട്ടാവത്തുള്ളൂ. ഏതാ വണ്ടി പോകുന്നത്? BMW. ഇപ്പം നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഛത്തർപൂർ വന്നു. ഒരു അഫ്ഗാനിയായിരുന്നു നമ്മുടെ ലാസ്റ്റ് കസ്റ്റമർ. അപ്പം നമുക്ക് ഛത്തർപൂർ എൻക്ലേവിൽ നിന്ന് ആംബിയൻസ് മാളിലേക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. ഛത്തർപൂർ എൻക്ലേവ് ഫേസ് 2. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഊബറിൽ ഇൻസെൻറ്റീവ് ഇല്ല.
ടീക്ക് താങ്ക്. അങ്ങനെ 88-ൻ്റെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു. ആംബിയൻസ് മാൾ വസന്തകുഞ്ചിലെത്തി നമ്മളിപ്പോൾ. അത്ര 2 ദിവസമായിട്ട് ശീതതരംഗത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. 2 ദിവസമായിട്ട് നല്ല കാറ്റുണ്ട്, തണുപ്പ് കൂടാനുള്ള കാറ്റ. അങ്ങനെ ഇതുവരെ നമ്മൾ 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 1.5 മണിക്കൂർ കൊണ്ട് 232 രൂപയ്ക്ക് ഓടി. ഇതേപോലെ കണ്ടിന്യൂ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മജ വണ്ടി ഓടിക്കാൻ. ഇപ്പം തണുപ്പാകുമ്പോൾ നമുക്കങ്ങനെ അധികം പെട്ടെന്ന് മടുക്കത്തില്ല. വണ്ടിക്കാരെല്ലാം നോക്കി കേട്ടോ, ഇവിടുന്ന് ഓട്ടമൊന്നുമില്ല. എന്നാൽ നമുക്ക് നേരെ മുനീർക്കയിലോട്ട് പോകാം. ബിൽഡ് യുവർ ഡ്രീംസ് BYD. ഓ, ഇവിടെ ഇഷ്ടം പോലെ വണ്ടിക്കാരുണ്ട്. എത്രയോ പേരാണ് നിൽക്കുന്നത്. ഡൽഹിയിലെ പൊല്യൂഷൻ വീണ്ടും ഖതർനാക്കാവുകയെന്നാണ് പറയുന്നത്. നിയന്ത്രണങ്ങൾ വീണ്ടും കൊണ്ടുവരിക. എൻ്റെ കൂടെ കയറുന്ന കസ്റ്റമേഴ്സ് 90% ആൾക്കാർക്ക് ചുമക്കുന്ന കേൾക്കാം വണ്ടിയിരുന്ന്. പക്ഷെങ്കിൽ ആരും മാസ്ക് വെക്കത്തില്ല. 10% ആൾക്കാരേ ഉള്ളൂ മാസ്ക് വെക്കുന്നത്. പൊല്യൂഷൻ ഇത്രയും കഠിനമായിട്ട് പൊല്യൂഷനായിട്ടും ആളുകൾക്കൊരു ഇതില്ല. ഇന്ത്യയിൽ 10 ലക്ഷത്തോളം ആൾക്കാരാണ് ഓരോ വർഷവും ശ്വാസകോശ സംബന്ധമായ അസുഖം കൊണ്ട് മരിക്കുന്നതെന്നാണ് ന്യൂസിൽ കണ്ടത്. നമുക്ക് എന്തെങ്കിലും ഇത് പറ്റി ആശുപത്രി ചെല്ലുമ്പോഴാണ് നമ്മൾ അന്നങ്ങനെ ചെയ്യാഞ്ഞുകൊണ്ടാണല്ലോ ഇന്നിങ്ങനെ പറ്റിയെന്ന് വിചാരിക്കത്തുള്ളൂ. അയ്യോ, ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ കുഴിച്ചാൽ. ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയതാ, പടക്കേന്നൊരു കുഴിയിൽ വീണം. ഡൽഹിയിൽ റോഡിൽ നോക്കി വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഏത് സമയം കുഴി വീഴാൻ സാധ്യത. ട്രിപ്പ് വരുന്നുണ്ട്, പക്ഷെ എല്ലാം ലോങ് പിക്കപ്പാണ്. കിട്ടി നെക്സ്റ്റ് ട്രിപ്പ് ആംബിയൻസ് മാളിലേക്ക് തന്നെ കിട്ടി. വസന്ത് വിഹാർ മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 3 ആംബിയൻസ് മാളിലേക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി. 47 rupees. കോൾ ചെയ്യുന്നല്ലോ. हाँ जी, गेट नंबर 3 पे. അയ്യോടാ, 23 രൂപയോ? അവിടെ നിന്ന് 47 രൂപ കാണിച്ചിട്ടാണ് ട്രിപ്പ് എടുത്തത്. ട്രിപ്പിന് നമ്മൾ വന്ന് 23 രൂപ. എന്ത് പരിപാടിയാ? അവിടെ നിന്ന് എനിക്ക് കാണിച്ചത് 47 രൂപ. ഒരു വലിപ്പിക്കലായിപ്പോയല്ലോ. അത് നമുക്കിട്ടൊരു പണിയായിപ്പോയല്ലോ. അങ്ങനെ 10 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ബാപ്പുധാം ചാണക്യപുരിയിലേക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി നമുക്ക്. ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ട്രിപ്പൊന്നും കിട്ടാത്തില്ല എന്ന് വിചാരിച്ച് മുനീർക്കയ്ക്ക് പോകാൻ തുടങ്ങുമായിരുന്നു.
അപ്പോഴാണ് ഇവിടുന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയത്. എന്നാൽ പിന്നെ ഇതങ്ങ് എടുക്കാം. കിട്ടുന്ന ട്രിപ്പുകളൊന്നും പാഴാക്കുന്നില്ല. നമ്മൾ വെറുതെ നിന്ന് സമയം കളഞ്ഞോണ്ടല്ലോ നമ്മുടെ ഈവനിങ്ങിൽ വൻ കുറവ് വരും. 12 മണിയാവുന്നു. मेन रोड पे है ना आप? मैं यू टर्न लेके आ रहा हूँ फिर. हाँ जी. $78. അങ്ങനെ ഇപ്പോൾ സമയം 5:30 ഇന്ന് രാവിലെ 10 മണി മുതൽ 3 മണി വരെ 5 മണിക്കൂർ കൊണ്ട് 675 രൂപയ്ക്ക് ഓടി. നല്ല രീതിയിൽ ട്രിപ്പ് എടുത്ത് വന്നിരുന്ന സമയത്ത് ഊബർ നമുക്കൊരു പണി തന്നു. ഞാൻ ഊബറിൽ എനിക്ക് 167 രൂപ മൈനസ് ബാലൻസ് ആയിരുന്നു. അതായത് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് കമ്മീഷൻ ഒന്ന് മൈനസായിട്ട് കിടന്നിട്ട് 167 രൂപയായി. 167 രൂപയായപ്പോൾ ഊബർ ക്യാഷ് ട്രിപ്പ് ബ്ലോക്കാക്കി കളഞ്ഞു. അതായത് 3 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ട്രിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് ആലോചിച്ചിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ അല്ലേ മനസ്സിലായത് ക്യാഷ് ട്രിപ്പ് ബ്ലോക്കായി കിടക്കുമായിരുന്നു. അതുകൊണ്ട് 2 മണിക്കൂർ ഞാൻ വെറുതെ നിൽക്കുമായിരുന്നു. ഊബറിലെ ട്രിപ്പ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് നോക്കി നിന്ന് അവസാനം 2 മണിക്കൂർ വേസ്റ്റായതല്ലാതെ അങ്ങനെ 8ൻ്റെ പണിയായിപ്പോയി. ഇന്നത്തെ പെട്രോൾ കോസ്റ്റ് 170 രൂപയാണ്. അങ്ങനെ ഇന്നത്തെ ബാലൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 500 രൂപയാണ്. ഇന്ന് 5 മണിക്കൂർ കൊണ്ട് ഓടിയതിൻ്റെ ബാലൻസ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുവാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.